Voice of Marketing, in touch with positive people. എങ്ങനെ നമുക്ക് സെയിൽസിലെ ഒബ്ജക്ഷൻസ്, തടസ്സങ്ങൾ, ക്ലോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്യൂകൾ എങ്ങനെ എങ്ങനെ അത് തരണം ചെയ്യാൻ സാധിക്കും? നമ്മൾ ഏത് സമീപനത്തിലൂടെ ഒരു കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഓർഡറിലേക്ക് മാറ്റാൻ പറ്റും? നമ്മുടെയൊക്കെ ലക്ഷ്യം അതല്ലേ? പ്രോഡക്റ്റ് കൺവേർട്ട് ഇൻ ടു ക്യാഷ്. അതാണ് നമ്മൾ സെയിൽസിന്റെ നിർവചനം തന്നെ. അതാണ് എങ്ങനെ ഒരു പ്രോഡക്റ്റിനെ ക്യാഷാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ആ കസ്റ്റമർക്ക് വേറൊരു പ്രൈസ് താരിഫ് കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിലുള്ള വിശ്വാസക്കുറവുണ്ടായിരിക്കാം. ആ പ്രോഡക്റ്റിന്റെ ഇൻഫർമേഷൻ കൃത്യമായി ക്ലാരിറ്റിയോടെ ആ കസ്റ്റമർക്ക് കിട്ടാത്തത് കൊണ്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലേക്ക് വരാം. ശരിയാണോ? അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മൂല്യം നോക്കുമ്പോൾ അത് അതർ ബ്രാൻഡായിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റുകൾ കിട്ടിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൊട്ടേഷൻ പ്രൈസ് കൂടുതലാണെന്ന് വേണമെങ്കിൽ അയാൾ പറയാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മറ്റൊരു കൊട്ടേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വില കുറയ്ക്കാൻ തയ്യാറാണോ? അങ്ങനെ ഒരു കസ്റ്റമർ ചോദിക്കുമ്പോൾ അയാൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രൈസിങ്ങിലാണ്. വില കുറച്ച് കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കസ്റ്റമറുടെ ഒരു തന്ത്രമാണത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ സഡനായിട്ട് ഡിസിഷൻ എടുക്കരുത്. നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. വില കൂടുതലാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് ഒരു കസ്റ്റമർ ഒഴിയാൻ നിൽക്കുമ്പോൾ നമ്മൾ ആത്മധൈര്യത്തോടെ, ആത്മബലത്തോടെ ആ ഡീല് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ കസ്റ്റമറെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. അയാൾ വിലയെക്കുറിച്ച് മാത്രമായിരിക്കില്ല പറയാൻ പോകുന്നത്. അയാൾ കസ്റ്റമർ പല കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ സംയമനം പാലിക്കുകയും വളരെയധികം സൈലൻ്റായിട്ട് ആ കസ്റ്റമറുടെ ഫേസിലേക്ക് നോക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടെ ആ കസ്റ്റമറെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ വളരെ ശ്രദ്ധയോടെ ഈ സമയത്ത് കസ്റ്റമറെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കും? അയാളെ ലിസൺ ചെയ്യുക, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ഈ കേട്ടിരിക്കുക, മറ്റുള്ളവരെ ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അയാളുടെ പ്രശ്നങ്ങൾ, അയാൾ അനുഭവിക്കുന്ന പെയിൻ പോയിന്റുകൾ, അയാൾ ഫ്യൂച്ചറിൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, അയാൾക്ക് വേണ്ട ആവശ്യങ്ങൾ, ഇതെല്ലാം നമുക്കറിയണമെങ്കിൽ ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷനിലൂടെ ആ വ്യക്തി എന്താണെന്ന്, അയാളുടെ ബഡ്ജറ്റ് എന്താണെന്ന്, അയാൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓപ്പണായിട്ട് നമുക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ, ശരിയല്ലേ, ഉറപ്പായിട്ട് നമ്മൾ ലിസൺ ചെയ്യാൻ തയ്യാറാകണം. ആ കസ്റ്റമറെ ധൈര്യത്തോടെ ഈ പറഞ്ഞ പോലെ ഫേസിലേക്ക് നോക്കിയിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലിസൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഇടയ്ക്ക് കയറി അയാളോട് സംസാരിക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ വിൽക്കാൻ പോകുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കും. ഇത് ഒരു നല്ല ക്വാളിറ്റി ബ്രാൻഡ് അല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ന്യൂനതകൾ, പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആ കസ്റ്റമർ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും. വാല്യൂവിനെ കുറിച്ച് സംസാരിക്കും, അത് ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കും. അത് കൃത്യമായി നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു പോക്കറ്റ് ഡയറിയോ അല്ലെങ്കിൽ ഒരു ഡയറി ഉണ്ടെങ്കിൽ ഒരു പെന്നും എടുത്ത് വെച്ച് വളരെ സിമ്പിളായിട്ട് അയാളുടെ ഫേസിലേക്ക് നോക്കി തന്നെ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇടയ്ക്ക് കയറി ഒരിക്കലും സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അയാളുടെ മനസ്സിലുള്ള കാര്യം അത് റിഫ്ലക്റ്റ് ചെയ്യാൻ, അത് പുറത്തേക്ക് എടുക്കുന്ന സമയമാണത്. അയാളെല്ലാം പുറത്തേക്ക് പറയട്ടെ. എങ്ങനെ? ഈ മഴക്കാലത്ത് കുത്തി ഒളിച്ചു പോകുന്ന വെള്ളം പോലെ, കലക്കവെള്ളം പോലെ എല്ലാം ആ മനസ്സിലെ കലക്കലുകളെല്ലാം തന്നെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കട്ടെ. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ
ആ ഒരു തെളിഞ്ഞ വെള്ളമാക്കി അതിനെ മാറ്റി അയാളുടെ മനസ്സിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എല്ലാവരുടെയും. ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി അതങ്ങനെയല്ല, അതങ്ങനെ പറയുന്നത് സാർ, ഇതിങ്ങനെയാണ്, അങ്ങനെ ഒരിക്കലും സംസാരിക്കാതിരിക്കുക. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാമോ? അദ്ദേഹം കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പ്രോഡക്റ്റിനെ കുറിച്ച്, അത് ബ്രാൻഡിനെ കുറിച്ച്, പ്രൈസിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തതയോടെ കേൾക്കുക. ഒരു സെയിൽ ക്ലോസ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വ്യക്തതയോടെ, കൃത്യതയോടെ കസ്റ്റമർ പറയുന്ന കാര്യം കേൾക്കുക എന്നുള്ളതാണ്. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് അത് കേട്ടുകൊണ്ടിരിക്കുക. അയാൾ ആ പ്രശ്നങ്ങൾ സംസാരിക്കട്ടെ. പിന്നെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പരസ്പരം സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടാകും. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്രോഡക്റ്റ് വിൽക്കേണ്ട ആള്, ഞാനൊരു കസ്റ്റമറായിട്ട് അയാളുടെ മുന്നിൽ, ആ സെയിൽസ് പേഴ്സൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അയാൾ കേൾക്കുന്നുണ്ട്, അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ അയാൾ നോട്ട് ചെയ്തെടുക്കുന്നുമുണ്ട്. പക്ഷെ നോട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് അതിന് സംസാരത്തിന് ശേഷം നമുക്ക് എങ്ങനെ ആ പോയിന്റിലേക്ക് എത്താം എന്നതിനെ കുറിച്ചിട്ടാണ് നോട്ട് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ അയാൾ പറയുന്ന നോളജ് ആയിരിക്കാം നമ്മൾ നോട്ട് ചെയ്യുന്നത്, പുതിയ അറിവുകളായിരിക്കാം. ശരിയല്ലേ? എപ്പോഴും ലിസണിലൂടെ നമ്മൾ 1-2 പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ഒരു സെയിൽസ് പേഴ്സണ് സാധിക്കുന്നുണ്ട്. അയാളുടെ നോളജ് വളരെ, ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് അനർഗളമായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ, ഒരു സെയിൽസ് പേഴ്സണ് പറ്റിയ നല്ല കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലിസണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിലൂടെ നമുക്ക് നോളജ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ സ്റ്റഡി ചെയ്ത് അത് ക്ലോസിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഒരു ലിസണിങ്ങിലുള്ള വലിയൊരു ക്വാളിറ്റി കൂടി പറയട്ടെ. നിങ്ങളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, ഒരു അരമണിക്കൂറെന്ന് വിചാരിക്കുക, സംസാരിച്ച് കഴിയുമ്പോൾ പിന്നെ ആ സംസാരിച്ച ആൾ സൈലന്റ് ആവും. അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പിന്നെ അയാൾ കൃത്യമായിട്ട് സൈലന്റ് ആയിട്ട് ഇങ്ങനെ, നിങ്ങൾ എന്താണ് പറയുന്നത്, എൻ്റെ റിപ്ലൈ എന്താണ് നിങ്ങൾ തരുന്നത്? നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ ഒരാൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കില്ല, അയാൾ എന്താണ് റിപ്ലൈ അതിൽ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി. മാർക്കറ്റിങ്ങിലോ സെയിൽസിലോ വ്യക്തിപരമായ റിലേഷനിലോ ഒക്കെ അങ്ങനെ ഉണ്ടാവില്ലേ? അതുപോലെ നിങ്ങളുടെ അവരുടെ ഒരു സ്പീച്ച് കഴിഞ്ഞ ശേഷം അവർ വെയിറ്റ് ചെയ്യും, നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ സൈലന്റ് ആകും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അത് കഴിഞ്ഞ് വളരെയധികം കൂളാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ ദേഷ്യവും പ്രശ്നങ്ങളും അങ്ങോട്ട് അയാളുടെ മനസ്സിലുള്ള ആ ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് പുറത്തേക്ക് അനർഗളമായിട്ട് അങ്ങ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആവും. എന്ന് പറഞ്ഞ പോലെ അയാളുടെ മനസ്സും ശരീരവും ബോഡിയൊക്കെ ആ രീതിയിൽ ഒരു സൈലന്റ് ആകുമെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങൾ ലിസണിങ് ഹാബിറ്റ് ഇല്ലാത്തതാണ് ഒരു 99% ഡീല് ക്ലോസ് ആകാത്തതിന് കാരണം എന്ന് ആ റിയാലിറ്റി മനസ്സിലാക്കുക. അത് പല എക്സ്പീരിയൻസുകളും തെളിയിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇത് കൊള്ളാക്കി കളയും. നെഗോസിയേഷന് വേണ്ടി അല്ലെങ്കിൽ ഒബ്ജക്ഷൻ ഇഷ്യൂ വരുമ്പോൾ തന്നെ ആദ്യം വന്ന് ഇരിക്കുമ്പോൾ തന്നെ കസ്റ്റമർ ഒരു കാര്യം പറയും, രണ്ടാമത് അയാൾ പറയുന്നത് കേൾക്കുന്നില്ല, എടുത്തിട്ട് അങ്ങ് അലയ്ക്കും, പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അതുപോലെ നമുക്ക് ഇന്ന് സംസാരിക്കേണ്ട, അടുത്ത ദിവസം സംസാരിക്കും, ഞാൻ അത്രയും ബിസിയാണ്, പോയി കാര്യം വിട്ടുപോയില്ലേ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഒരു ബെസ്റ്റ് ഹാബിറ്റ് കൂടിയാണ്. മറ്റുള്ളവർ പറയുന്നത് ലിസൺ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ലിസൺ ചെയ്യുമ്പോഴാണ് ആ കസ്റ്റമറുടെ യഥാർത്ഥ പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നത്. അയാൾക്ക് ഇഷ്യൂ എന്താണ്? ചിലപ്പോൾ അയാൾ പ്രൈസാണ് അയാളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ, ചിലപ്പോൾ പ്രൈസ് ആയിരിക്കാം. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ആശങ്കകളാണോ? ഈ പ്രോഡക്റ്റ് 10 വർഷത്തേക്ക് വേണ്ടി വാങ്ങിച്ചതിൻ്റെ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പോളിസി എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? അത് ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ്? ഇത് വാങ്ങിച്ചു വെച്ച ശേഷം ഞാനിപ്പോൾ ഇവിടെ നാട്ടിലുണ്ടാകില്ല, അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോകും, അപ്പോൾ എൻ്റെ ഫാമിലിക്ക് അതൊരു ഇഷ്യൂ ആയി, ഒരു ബാധ്യതയായി മാറുമോ? അപ്പോൾ വാല്യൂ കാര്യങ്ങൾ എന്താണ്? മിക്കവാറും ഞാൻ പറയട്ടെ, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള നോളജ്
വളരെ പ്രോപ്പറായ വേയിലൂടെയുള്ള നോളജിൻ്റെ ഇല്ലായ്മയാണ് പലപ്പോഴും ക്ലോസ് ആകാതെ വരുന്നതിൻ്റെ മെയിൻ റീസൺ. അതിൻ്റെ ഒരു കസ്റ്റമറോട് ഒരു പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു പ്രോഡക്റ്റിൻ്റെ ഫീച്ചറിനെ കുറിച്ചിട്ട് ആണ് സംസാരിക്കുന്നത്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചിട്ട്. ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാതിരുന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇഷ്യൂകൾ എന്തൊക്കെ വരും ഫ്യൂച്ചറിൽ, അതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രസൻറ്റേഷനിൽ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കാതിരുന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചിട്ട്, അതിനെക്കുറിച്ചിട്ട് കൂടി ഈ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ക്ലോസിങ്ങിലേക്ക് ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയെ കുറിച്ചിട്ടായിരിക്കും അടുത്ത നെക്സ്റ്റ് വീക്കിലുള്ള ഡിസ്കഷൻ. അത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ് പറയാം, എങ്ങനെ ആ പ്രോഡക്റ്റിൻ്റെ ഫീച്ചർ ആ പ്രോഡക്റ്റ് ഉള്ളതാണ്, കസ്റ്റമർ കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് എപ്പോഴും നമ്മൾ വാചാലനാകാൻ തയ്യാറാകണം. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് സംസാരിക്കാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.